പായസങ്ങളിലെ പ്രധാനിയായ അടപ്രഥമന്റെ പിതൃശ്രേഷ്ഠനായ സേമിയ പായസം കുടിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ കണ്ടു, ഇത് നൂഡിൽസ് ഉണ്ടാക്കണല്ല, ഇത് സേമിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഫാക്ടറിയൊക്കെ ഏത് ഇബിലിസിന്റെ ലോകത്താണോ ഇരിക്കുന്നത്? സത്യം ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. മസ്തകത്തെ മന്ദത പിടിപ്പിക്കുന്ന മുഷിഞ്ഞ മർക്കട സേമിയത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ? അതിനുള്ള നന്ദി നിങ്ങൾ കമന്റ് ബോക്സ് അറിയുമല്ലോ അല്ലേ? അലമാരക്കടിയിൽ 60 ദിവസം കിടന്ന് അഴുകിയ ചാക്ക്, മൂത്രം വീണ് മുഷിഞ്ഞ 300 ദിവസം പഴക്കമുള്ള ടേബിൾ ഷീറ്റ്, 40 ദിവസം കുടിക്കാത്ത 4 പണിക്കാർ, ഇത്രയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. ഇന്നലെ ഇതുവഴി ഏതൻ തോട്ടത്തിൽ ഏഷ്യണി പറയാൻ പോയി ഇബിലീസിന് വൈറലും ഇപ്പൊ ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ ഇരിക്കുകയാണ് അത്രേ. ഉമ്മർക്കെല്ലാം വെള്ളരിപ്പറാവിന്റെ സ്വഭാവമാണ്. ഏത് സൺഷെയ്ഡ് ഉണ്ടായാലും അവിടെ മൊത്തം ഷിറ്റാക്കി കളയും. അതേപോലെ ഉമ്മർ ഏത് ആഹാരം ഉണ്ടാകാൻ കൊടുത്താലും അത് ഷിറ്റാക്കി കളയും. ഈ കാണുന്നതെല്ലാം കലിയുഗ ഗുണാധികാരങ്ങളാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ സേമിയ പായസം മരം കൊഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് അടപ്രഥമനാണ്. അടപ്രഥമനിലെ അട ഇനി അമാവാസിക്ക് ആരെങ്കിലും ആട്ടും കാട്ടത്തിൽ ഉണ്ടാക്കിയതാണോ എന്തോ. ആദ്യം കണ്ടപ്പോ വെള്ളക്കൊക്കെ വേഷം മാറി വേളാക്കൂടി വയലിൽ വൈകുണ്ട് വെളിച്ചം നോക്കി നിൽക്കുകയാണെന്ന് വിചാരിച്ച്. കക്കൂസി പോകുമ്പോഴും നിങ്ങൾ ഇങ്ങനെ എന്നെ അണ്ണാ നിക്കണ? ഇതിപ്പോ ഇങ്ങനെയല്ല, പ്രത്യേകതരം കണ്ടീഷനുള്ള ആളല്ല ആണാടേ, ഒന്നും അറിയാനും വയ്യ. അങ്ങനെ അല്ലെങ്കിൽ അലങ്കാര വസ്തുവായിട്ട് പ്രഖ്യാപിച്ച ആൾക്കാരെടുത്ത് ട്രാഫിക് സിഗ്നലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും ഉറപ്പ്. ഇങ്ങനെ മാങ്ങ ഉറയ്ക്കാൻ തോട്ടായിട്ട് ഉപയോഗിക്കാം, കൊടി കുത്താൻ പോസ്റ്റിനെ വരെ ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെ നില്ലേ ഉപഗ്രഹത്തിന്റെ ആന്റണിയാണെന്നും പറഞ്ഞ ISR എടുത്തോണ്ട് പോകും നിങ്ങളാ. ഈ സാധനം എനിക്ക് റോസ്റ്റ് ഒരുപാട് അയച്ചു തന്നെയാണ്. നമ്മുടെ നാട്ടിലും പണ്ട് ഇതുപോലെ ഒരുപാട് ഒരു ചെയ്യുമായിരുന്നു. പിന്നെന്ത് യുഗം മാറി, ഇപ്പൊ അവരെ പ്രവൃത്തി മാറി. ഇവിടെ യുധിഷ്ഠിരന്റെ കാലത്താണ് ഇപ്പോഴും ഉള്ളത്, അതുകൊണ്ട് പ്രവൃത്തി മാറിയിട്ടില്ല. ഇതാ ബന്നിനെ കടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവന്റെ കറുത്ത കടവന്തര പാൽ അത് കടിച്ചോണ്ട് ഓടിയേനെ. എടാ തൊലിയ തൊരപ്പലിൽ തുപ്പ് നിന്നെ ഇത് കണ്ട, താറാട്ടി ഉറക്കും നിന്നെ ഇത് കണ്ട. ഇത് കഴിച്ച് ഏവനെയും ചിറ്റാൻ പോയിരുന്ന താഴ്വാരം നിറയും. പിന്നെ നമ്മുടെ താഴ്വാരം തടവി നടക്കേണ്ടി വരും. വയറിനകത്തൊരു എരിച്ചിലായിരിക്കും എപ്പോഴും. ശരി, എന്നാ വികസന രാജ്യമായ ഇന്ത്യയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലത്തെ ഫ്ലൈറ്റിലൊക്കെ കാശ് കൊടുത്താൽ നമുക്ക് മദ്യം കിട്ടുമല്ലോ. പിന്നെ എന്തുകൊണ്ട് ട്രെയിനിനകത്ത് മദ്യം കിട്ടുന്നില്ല? ഇത് എല്ലാ ആസ്ഥാന കുടിയന്മാർക്കും വേണ്ടി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, ഒരു പാവപ്പെട്ട 2 പികേട് എത്ര ബുദ്ധിമുട്ടിയാണ്. പൈപ്പ് വെള്ളത്തിലാണെന്ന് തോന്നുന്നു. അതൊഴിച്ചൊക്കെ അടിക്കേണ്ട അവസ്ഥ എത്ര ഭയാനകമാണ്. മിനറൽ വാട്ടർ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അതല്ല, പൈപ്പ് വെള്ളത്തിലാണ് കുടിച്ചിരുന്നെങ്കിൽ മദ്യം എല്ലാം കൂടി കുടിച്ച പോടെ പുറകിലൂടെ വയറിളവി അങ്ങ് പോകും. ശരീരത്തിൽ അത് ആഗിരണം ചെയ്യാനുള്ള സമയം പോലും കിട്ടൂലേ. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ബോഗി നിറച്ച് ഒരു ബിവറേജ് അങ്ങ് തുടങ്ങിക്കൂടി. സർക്കാരിന് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണത്. എന്തായാലും നിങ്ങൾ ഇവിടെ മദ്യം നിരോധിക്കുന്നില്ല, മദ്യം മയക്കുമരുന്നല്ല എന്നാണ് നിങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്നാ പിന്നെ എല്ലായിടത്തും കൂടി ബിവറേജിനകത്തും അതുപോലെ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും മുക്കിനും ഓരോ ശാലകൾ തുറക്കൂ. പാവപ്പെട്ട കുടിയന്മാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. പാവപ്പെട്ട ആ മനുഷ്യനൊക്കെ രാവിലെ അടിച്ചില്ലെങ്കിൽ വെളിയിൽ ഇങ്ങനെ വിറച്ചങ്ങ് കയറും. പരിസരം പോലും അങ്ങനെ നോക്കിയില്ല. തമിഴ്നാടാടേത്. അടയങ്കപ്പ 1000 അറബി മുളൈ വേണേൽ അറഞ്ചം പുറഞ്ച അണ്ണാക്കിൽ അഷ്ടമുടി കായൽ തള്ളി കയറ്റുവൻ. ആദ്യ ഗടി സ്വർഗമായി തോന്നും, 2ാം ഗടി നിങ്ങളെ സ്വർഗത്തിലോട്ട് അയക്കും. എനിക്കിവന്റെ പല്ലുപോലെ ദൃഢവും ശക്തവുമായ ഒരു പ്രണയബന്ധം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഡയബറ്റീസ് ഡയറക്റ്റ് ആയിട്ട് ഡേവിഡ് ബെക്കാം അടിച്ച ഗോൾ പോലെ ഇവന്റെ മുഖത്തൊന്ന് അടിക്കും. ഒരു ബേക്കറി ഒറ്റ ഇരിപ്പിനെ മുഴുവനായും തിന്നു തീർക്കാൻ ശേഷിയുള്ള കൊടും ക്രൂരൻ. ക്യാരറ്റും ഡ്രാഗൺ ഫ്രൂട്ടും തൊലി കളയാതെ പച്ചയ്ക്ക് ഇവൻ തിന്നുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇവാൻ ഏതോ സങ്കരനും പോക്കിയുമാനാണ്, അല്ലാതെ മനുഷ്യനൊന്നും ആവാൻ സാധ്യതയില്ല. അമേരിക്കൻ അണ്ണൻ അത്തിപ്പഴം തിന്നണ പോലെ ഇത്രയും സാധനം വലിച്ചു കയറ്റിയിട്ട് ഒരു തുള്ളി പോലും ഒരു ഷർട്ടിലായില്ല എന്നുള്ളതാണ് എന്റെ വൃത്തി. വാക്യൂം ക്ലീനർ അലമാരുടെ അടിയിലെ പൊടി വലിച്ചെടുക്കണക്കല്ലേ ഇവ ആഹാരം വലിച്ചകത്തോട്ടാക്കണം. മോന്തയിൽ ഒരു ആക്ഷൻ ഇടാതെ ഇവിടെ ഇരുന്ന് മൊത്തം തിന്നിട്ട് കക്കൂസിനകത്ത് പോയി 3 ദിവസം കണ്ടിന്യൂ ഇരുന്ന് റിയാക്ഷൻ ഇടും. ഡയബറ്റീസ് ദാസൻ കാരക്കുട്ടിലിന്റെ കൂടെ ഉടുമ്പൻ ചോലയിൽ ഉടുമ്പിന്റെ ചോര പിടിക്കാൻ പോയ സമയത്താണ് ഇവൻ ഈ വീഡിയോ എടുത്ത് വെച്ചേക്കണം. പിന്നെ എന്നാ നിങ്ങളെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഷുഗർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അർദ്ധ വളർച്ച എത്തിയ ആപ്പിളാണ് അത്. ഇവന്റെ മോന്ത എന്തിങ്ങനെ മരവിച്ചിരിക്കുന്നത്? സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, അന്നൊക്കെ എനിക്ക് പുച്ഛമായിരുന്നു. കടലാസ് പൂവിനും കാക്കയ്ക്കും എണ്ണത്തിൽ വൻ വർധന. ഇന്ന് ഇതിവിടെ നടണമെങ്കിൽ പൂന്തോട്ടക്കാർക്ക് പണം കൊടുക്കണം. അതല്ലേലും അങ്ങനെയാണല്ലോ, ഉള്ളതിന്റെ വില ഇല്ലാത്തപ്പോഴല്ലേ അറിയൂ. ബച്പൻ മേ ബഹുത് തോടാ ഹേ ഈ പൂവ്. പക്ഷെ അപ്പോഴൊന്നും സർവ്വ അറിവോളിയായ എന്റെ ഉസ്താദ് പോലും കടലാസ് പൂവ് കൊണ്ട് പക്കോട ഉണ്ടാക്കാന്ന് പറഞ്ഞു തന്നതേയില്ല. ആഹ്ലാദിക്കൂ കൂട്ടുകാരി, ഇന്ന് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ബോഗിയൻ വില്ലയുടെ കാഴ്ച തന്നില്ലേ? സന്തോഷിക്കൂ, ഇന്ന് ആശ്വാസമായി ഭക്ഷണം കഴിക്കൂ. പിങ്ക് ഒരു പ്രസന്നതയുള്ള നിറമാണ്. എന്നെ അത് ഹഠാതെ ആകർഷിച്ചു. ശരിക്കും കുറ്റം പറയാതെ 2 നല്ല വാക്ക് പറഞ്ഞപ്പോൾ ഉയർത്തെണീറ്റ ഒരു സുഖം. ഒരു ഷെഫ് എന്ന നിലയിൽ മനുഷ്യരുടെ മാനസികവും ശാരീരികവുമായ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. അദ്ദേഹം അത് വളരെ മനോഹരമായി തന്നെ നിറവേറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ബോഗൻ വില കിട്ടിയില്ലെങ്കിൽ ബോധം കെടാത്ത എന്തെങ്കിലും ഒരു ഇല ഉപയോഗിക്കൂ. എത്ര വൃത്തി, നല്ല ഫ്രഷ് എണ്ണ. വാവ്, അമേസിംഗ്. 2 ജോഡി പോത്തിനെ വാങ്ങി സമ്മാനമായിട്ട് വീട്ടിൽ കൊണ്ട് കെട്ടി കൊടുത്താല. ചാരായം വാറ്റണ പാത്രത്തിൽ ചനാക്കാരെ ഉണ്ടാക്കണോമാരൊക്കെ ഇതൊന്ന് കാണട്ടെ. നല്ല ഏലക്കയുടെ മണം. കിട്ടിയിരുന്നെങ്കിൽ ഒരു 5 എണ്ണ കട്ടന്റെ കൂടെ തട്ടായിരുന്നു. സോസൊന്നും വേണ്ട, ഇത്രയും വൃത്തിയിൽ അയ്മാനത്തിൽ ആട്ടുമ്പുളൊക്കെ ഉണ്ടാക്കി തന്നാൽ ഇവിടെ ആൾക്കാർ തിന്നും. ഞാൻ തൃപ്തനായി. സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, നവജാത ശൈശവത്തിലെ ചൂർപ്പണയുടെ മൂക്കിൽ ചാടിക്കടിച്ച ഒരുത്തനില്ലേ, അത് ഇവനാണ്. അന്ന് മുതലേ ഉൾട്ടാ പുൾട്ട പണയത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക ഇവന്റെ ഒരു ശീലമാണ്. ഇവന്റെ കൂടെ പിറന്നതാണ് കറാമ്പറപ്പ്. വാഗുകൊണ്ട് കഥാപ്രസംഗം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുത്ത ആദ്യമായിട്ടാണ് കാലുകൊണ്ട് കഥാപ്രസംഗം ചെയ്യണ കാണുന്ന. കഴിവ് എന്നടാ ഏറി, നിന്റെ വെറി മാറിയില്ലല്ലോ ഇതുവരെ. ഒറ്റ മിനിറ്റ് തീരൂല. അവനെ പറ്റി പറഞ്ഞാൽ കഥ എഴുതേണ്ടി വരും. ഇവന്റെ ദൈവം ആ തൊഴുത്തിലാണ്. അവിടെ പശുക്കൾ വിശക്കുമ്പോൾ അശുദ്ധി തിന്നുന്നു. അങ്ങനെയുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുന്നവൻ മൂത്രം പോലും
മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുടിക്കും. അപ്പോ ഏണ്ട എന്തിനടാ എന്നും സ്വന്തം വയറ്റത്തടിച്ച് ജീവിക്കണം. ഭംഗിയില്ലാത്തൊരു ചെടി ഇവന്റെ പൊക്കളിൽ നട്ടു കൊടുക്കുക. അങ്ങനെയല്ലേ ഇവന്റെ ആമാശയത്തിന് ഇത്ര ഓക്സിജൻ കിട്ടട്ടെ. ഊതാനുള്ള ഒരു തരം വാദ്യ കാഹളമാണ് ഇപ്പൊ ഇവന്റെ വാ മുതൽ ആമാശയം വരെ എടുത്ത് വെച്ചേക്കണം. ഇന്നർ ഓർഗൻസ് എല്ലാം 1.5 മാസം കഴിയുമ്പോൾ ഓരോന്നറ്റ് മാറ്റും. കണ്ട എന്ത് നല്ലോ വീട്ടില് മൂത്തോ നാട്ടിലെ ഒരു കതറ് പിടിപ്പിച്ച ഒരു കസേരെ കൊണ്ടിരുത്തിയ കയ്യിലിരിപ്പോണ്ടും കഴപ്പോണ്ടും കറക്റ്റ് കറസേവകൻ. കണ്ടാ നല്ല തടിയും മണ്ണോ കൊണ്ടുള്ള വല്ല തിണ്ണമെടുക്കും കാണിക്കാൻ പൊക്കൂടി. എന്തിനാ ആൾക്കാരെ വെറുപ്പിച്ച് ജീവിക്കണ? ഇതുപോലെ കുറെ പേരുണ്ട്. DNA തോന്നിയ ദിവസം മിക്സ് ആയോര്. സൂര്യപ്രകാശം അടിക്കുമ്പോ അങ്ങ് തുടങ്ങും. കൊടുമ്പം പോറ്റിയിലെ വീട്ടിലെ ചാത്തനാണ് നീ. തുമ്പടി യൂണിവേഴ്സിലെ എസ്തർ ആണ് നീ. ആൻഡ് ഫൈനലി മെനകെട്ട മാടമ്പള്ളിയിൽ ആ മാനസിക രോഗിയാണ് നീ. അതങ്ങനെ ഒരുത്ത മതവിളക്ക് ആനയെ കൊണ്ടുപോയി മൂത്രം ഒഴിക്കാക്കണോ? ബുദ്ധിയില്ല, ഓമറങ്ങൂല്ല. ജീരക സോഡയിലെ ഒരു എലി എവിടെ? അങ്ങ് ചെങ്കിസ് ഖാന്റെ നാട്ടിലല്ല, ഇവിടെ ഇങ്ങ് പ്രശസ്ത പ്രബുദ്ധ കേരളത്തി കോഴിക്കോട് മുക്കത്തെ ഏതോ മുക്കിലാണ് ഈ സംഭവം നടക്കണ. കുടിച്ചവൻ കൊഞ്ചായി കിടക്കയിൽ കിടക്കുകയാണ് ഇപ്പോ. സത്യം പറഞ്ഞാൽ പച്ചവെള്ളം പഴത്തിനോടെ പേടിക്കാതെ കുടിക്കാൻ പേടിയാണ് ഇപ്പം. തൈൽ സോഡ നല്ല പേര്. ഇത് കുടിക്കണതിന്റെ പ്രശ്നം പിന്നെ തൈലാണ്, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സാധനം റീബ്രാൻഡ് ചെയ്ത് എലിമുള്ളി സോഡ എന്നും പറഞ്ഞ് ഇറക്കണ്ട മാർക്കറ്റിൽ. അത് കുടിച്ച ഒറ്റ സിപ്പിൽ എവറസ്റ്റ് കണ്ടു കാണും പാവം. പിന്നെ ഇതങ്ങ് മഹാരാഷ്ട്രയിലാണ്. അവിടെ പിന്നെ നമ്മ പറയണ്ടല്ലോ. ഈ കാണുന്നത് പാനിപ്പൂരിയുടെ മറ്റേ പൂരി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കേണ്ട പ്രക്രിയയാണ്. ഈ പണിക്കാർക്ക് എല്ലാം ഓരോ ബെസ്റ്റിന് ആവശ്യമുണ്ട്. താല്പര്യമുള്ളവരെല്ലാം മൂക്കിൽ വരട്ടിരിക്കുന്ന ഓരോ പോസ്റ്റ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യും. പാവപ്പെട്ട പന്നികൾ അഘോരാത്രം പിണമായി പണിയെടുത്ത് പാത്തിരുന്നു പറയാതെ പാഷാണം പരത്തണ കണ്ട. മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് സൗദി മെസ്സിയുടെ തലക്കിട്ടേനേക്കാൾ കൂടുതലാണ്. ഇവരെ നമുക്ക് സാൽവേഷൻ ആർമി എന്ന് വിശേഷിപ്പിക്കാം. എൻജോണ്ടിരിക്കുന്ന സാധനം കഴിച്ച ആമാശയ സ്വാതന്ത്ര്യം സഹിക്കവയത് സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനമടയും സർവേശ്വരന്റെ അടുത്തേക്ക് സ്വയം പോകും നമ്മൾ. അന്നയുണ്ട് നിക്കറെങ്കിലും ഇട്ടല്ലേ നാറ്റം വെച്ചവന്മാരെ നന്നാ പിണ്ടികൾ. എടേ ഇത് എന്തോന്നടേ ഈ കാണിക്കണ? അതെന്തോ പുരട്ടണ പെരി പെരി മസാല. മസാലൊക്കെ ഇങ്ങനെ പൊട്ടിട്ട് ഇയാളെ നേരെ എടുത്ത് എണ്ണലോട്ട് ചാടും. അത് നിങ്ങളുടെ തെറിയോ? അല്ല ഇത് എന്ത് ആചാരമാണിത്? ലോകത്ത് എന്തൊരു ആചാരങ്ങളൊക്കെ ഉള്ളത് എനിക്കൊന്നും മനസ്സിലാവണതേ ഇല്ല. ഇതിങ്ങനെ തലക്കട ഒഴിക്കുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാതെ പിടിച്ചിരിക്കണം. അറിയാതെ ശ്വാസം എടുത്ത് അതിലൂടെ മണ്ടയിൽ കയറിപ്പോ ചത്തു പോകുന്നു. അതോ ആളെ നോക്കും മെഴുമെഴുകാന്നിരിക്കുന്നു. ഇത് ഇങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കോ? ഇയാൾ പുലികളിക്ക് പോവോ? ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ പോലും ഇതിനേക്കാളും വിവരം ഉണ്ടായിരുന്നു കേട്ടാ. അല്ലേത്തിന് ഇത് എന്തോന്ന് മസാല കൂട്ട? ആദ്യം പെരി പെരി മസാല, പിന്നെ പച്ചവെള്ളം, പിന്നെ തൈര, അതാ പാല. മസാല കൂട്ടൊന്നും ശരിയല്ല. അതെന്തോന്നടേ ഗാർലിക് പേസ്റ്റാ? ഇത് ഏതാ അൽഫാം ദൈവത്തിനുള്ള കാഴ്ചവെപ്പാണ്. അല്ല നേരെ ചൊവ്വുള്ള ദൈവം ഇങ്ങനെ ചെയ്യൂല. നട്ടുച്ച സമയത്തൊല്ലോണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ താനെ തീയത്തി പൊരിഞ്ഞു പോകും. ഇത് എവിടെ എഴുതി? ഏത് അമ്പലത്തിൽ? തമിഴ്നാടാണെന്ന് തോന്നുന്നു. കഠിനം. ഇന്ന് ദിവസം മിണ്ടാതെ മുഴുത്ത മുട്ടനാടന്റെ മന്തി നിന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കാന്ന് ഞാനും വിചാരിക്കുന്നത്. ദാ വരുന്ന ലിവർ കിങ്ങിന്റെ പുതിയ വീഡിയോ. ഇങ്ങനെ ഇന്നും എന്നെ കൊണ്ട് നാക്കിയ നവരസ നായ്ക്കരണം വിതറിപ്പിക്കും. ഇടോ കള്ള തിരുമാലി തസ്കര തകര തമ്പൂരു തവക്കൽ മകനെ, താൻ തനി തട്ടിപ്പാണെന്ന് താൻ തന്നെ തെളിയിച്ചാലോ താർസന് തുമ്പിയിലുണ്ടായവനെ. ഉരുണ്ടിരിക്കണ ഉണ്ട, ചതഞ്ഞിരിക്കണ അല്ല കരൾ, കീറിപ്പോയ കിഡ്നി, അവന്റെ അമ്മൂമ്മയുടെ അണപ്പലിന്റെ അഗ്രം, ഇതെല്ലാം ഇട്ടാണ് അവൻ ജ്യൂസ് അടിക്കണ. കുറച്ച് പാലും തേനും ഒഴിക്കുന്നുണ്ട്. സ്വന്തം പിടുക്കയും കൂടെ ഇട്ട് അടിയണ്ണ പത്തര മാറ്റി മൊണ്ണ. ഇങ്ങനെ ആമാശയത്തിന്റെ അവസ്ഥയ്ക്ക് അതിന് 2 കാലുണ്ടായിരുന്നെങ്കിൽ അത് ഇറങ്ങി അർജന്റീനയിലോട്ട് ഓടിയന്. ശേഷം ലിവർ കിങ് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം പോലെ ജനാലയിൽ തൂങ്ങിക്കിടന്ന് കക്കൂസിലേക്ക് ശരമെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതോ ഒരു പാവം പിടിച്ച പോത്തിനെടുത്ത് കുന്താലിക്ക് തേങ്ങ പൊത്തിക്കണക്ക് പൊതിച്ച് അതിന്റെ അണ്ടർ പാർട്ടെല്ലാം വലിച്ചുവാരി വെളിയിലിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കിഴങ്ങൻ. ബ്രോ യു ആർ ഡേഞ്ചറസ്ലി ഡിസ്കസ്റ്റിംഗ്. ഇദ്ദേഹത്തിന്റെ ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കിയ ദേഹം തളർന്നു വീഴും ഡോക്ടർമാര്. ദേഷ്യം വന്ന ഇങ്ങനെ ദിൽഷ ഡാൻസ് കളിക്കണ പോലെ ചാടിച്ചെന്ന് ചെമ്മരിയാടിന്റെ തല വെട്ടും. ദുരന്ത ദുഷ്ടൻ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ഉച്ചയ്ക്ക് ചോറിനൊരു പഞ്ചായത്തിനെ വറുത്തല്ലോ നീ ആരായാലും. പുളിയറമ്മിനെ കഴിച്ചിട്ട് കാഴ്ചശക്തി കൂടി ഇപ്പൊ കാശ്മീരിൽ കാറ്റുകൊള്ളായിരിക്കുന്ന ഒരു കൂട്ടുകാരെ എനിക്കുണ്ട്. അവന് തയ്ച്ചു കൊടുക്കാം. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ റെഡ് ആൻഡ് ചട്നി ഒരു ഫേമസ് ഡിഷാണ്. സോ നമ്മളെ കഴിക്കൂലെന്ന് കരുതി അതിനോട് അപമര്യാദ കാണിക്കരുത്. എവിടെ മൃഗസംരക്ഷകർ, എവിടെ വീഗൻ? ആടിനെ മാടിനെ വെട്ടിയ മാത്രമേ അവർ ആക്രോശിക്കോളാം. അല്ലേലും ആൻസിനെ നമ്മൾ ആനിമൽസിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ലല്ലോ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനെന്നൊക്കെ നമ്മൾ പുരസ്കാരം പറയും. പക്ഷെ ഉറുമ്പിനെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. അല്ല ഇത് എന്തായാലും ഗുണി ഉണ്ടാക്കണം. പച്ചമുളകും ഉണ്ടമുളകും പുളിയും പിന്നൊരു പൊടിയും, എന്നിട്ട് അതിന് മേൽ തേയില വെള്ളത്തിന്റെ തിമിർപ്പും. ധർമ്മത്തിനെതിർ ചായ എന്ന് പേരുള്ള ഈ ചായ ഗംഗാധര മുതലാളിയുടെ കടയിൽ മാത്രമേ ഉള്ളൂ. അത് കുടിക്കണേൽ അങ്ങ് ഗുജറാത്ത് വരെ പോകേണ്ടി വരും. ഗൃഹനാഥന്മാർ ഈ ചായ കുടിച്ച പിന്നെ ഗുഹസ്ഥം ചൊറിഞ്ഞോണ്ട് നടക്കുമെന്നാണ് ചൊല്ലി. പുളിവെള്ളം കലക്കിയതിൽ തേയില വെച്ചപ്പോ അതൊരു ചായ. ഇതും കുടിച്ച് ഏതെങ്കിലും വരമ്പത്തോട് നടന്ന കണ്ടെത്തി വീഴും. ഓരോരോ ശാസ്ത്രജ്ഞന്മാരെ.